ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ നടത്തിയ പ്രസ്താവന തികച്ചും മോശമായെന്ന് PT ഭാരവാഹികൾ. ചെയർപേഴ്സൺ AP നസീമയ്ക്കെതിരെ സ്കൂളിലെ PT ഭാരവാഹികൾ രംഗത്ത്. ചെയർപേഴ്സൺ തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കരുതെന്നും ചെയർപേഴ്സൺ PT ഭാരവാഹികളോട് മാപ്പ് പറയണമെന്നും PT ആവശ്യപ്പെട്ടു. നിരന്തരമായി സ്കൂളിന് വേണ്ടി ഇടപെടുന്ന PTA MTA ഭാരവാഹികൾക്കെതിരെയാണ് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ആരോപണങ്ങൾ ഉന്നയിച്ചത്. PTയുടെ പരിധിയിൽ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം സ്കൂളിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നും എന്തുകൊണ്ടാണ് ചെയർപേഴ്സൺ PTക്കെതിരെ മോശമായ പ്രസ്ഥാനങ്ങൾ നടത്തിയതെന്ന് അറിയില്ലെന്നും PTA ഭാരവാഹികൾ അറിയിച്ചു. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ വേണ്ട സൗകര്യങ്ങൾ നമ്മുടെ പരിധിക്കപ്പുറത്ത് നിന്നുകൊണ്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ ഫർണിച്ചറിനുള്ള പരിമിതി വന്നപ്പോൾ ഏതാണ്ട് 25ഓളം ബെഞ്ച് ഡെസ്കുകൾ നമുക്കിവിടെ PTA വഴി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബയോ ടോയ്ലറ്റ്, കുട്ടികൾക്ക് വെള്ളം കുടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിൽറ്റർ കഴിഞ്ഞ തവണ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ പുതിയ ബാച്ച് വന്ന സമയത്ത് ആ പുതിയ ബാച്ച് എടുക്കുന്നതിന് വേണ്ടി PTA തയ്യാറാവുകയും ഒരു പുതിയ ക്ലാസ് റൂം, സ്റ്റാഫ് റൂം മാറ്റി സ്റ്റാഫ് റൂമിന് പകരം മറ്റൊരു ക്ലാസ് റൂം കൂടെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ PTA ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന PTAക്ക് എതിരായിട്ട് ഇന്നലെ ചെയർപേഴ്സണ് മോശമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി. ഇത് തികച്ചും മോശമായ കാര്യങ്ങളാണ്. ഈ മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ചെയർപേഴ്സണ് PTA കമ്മിറ്റിയോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്കൂളിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണെന്നും ചെയർപേഴ്സൺ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറിപ്പോവാണെന്നും ചെയർപേഴ്സൺ PTA ഭാരവാഹികളോട് മാപ്പ് പറയണമെന്നും PT ആവശ്യപ്പെട്ടു. ഇവിടെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്, ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിപ്പോവുകയാണെന്നാണ് ഞങ്ങൾക്ക് PTAക്ക് പറയാനുള്ളത്. കാരണം ടോയ്ലറ്റിൻ്റെ പരിമിതികളൊക്കെ വെച്ച് ഞങ്ങൾ 1-2 തവണ ഇവിടുന്ന് ലെറ്റർ കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളിത് സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒട്ടനവധി ഒരുപാട് കായിക മേളകൾക്ക്, കലാപരമായിട്ടുള്ള മേളകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച സ്കൂളുകൾ കൂടിയാണിത്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതൊക്കെ നടത്തുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇടപെടാതെ ഇതെല്ലാം PTAയുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന രീതിയിലാണ് ഇന്നലെ സംസാരിച്ചിട്ടുള്ളത്. PTA ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയല്ല. PTA താൽക്കാലികമായി ഒരു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ്. അതിൽ സാമ്പത്തിക സ്ഥാപനമോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതിനോ PTAക്ക് അധികാരമില്ല. ഇതൊക്കെ ചെയ്യേണ്ടത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. ശുചിമുറിയുടെ പ്രശ്നത്തിൽ പലതവണ മുനിസിപ്പാലിറ്റിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. പക്ഷേ ഇന്നലെ ഇവിടെ നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കളിയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതൊരിക്കലും ചെയർപേഴ്സണെ പോലെ ഒരാളുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്ത ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു വർത്തമാനമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം PTAക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടക്കുന്നതാണ് +1 കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും അന്തസ്സായിട്ട് ഞങ്ങളൊരു ക്ലാസ് റൂം, ഒരു പുതിയൊരു ഡിവിഷൻ ഇത് ഏറ്റെടുക്കുകയും സയൻസിനൊരു ഗ്രൂപ്പ് കൂടി ഇവിടെ വരികയും ചെയ്തു. അതിൻ്റെ 2ാം വർഷക്കാർ കൂടി വരുമ്പോഴേക്കും അവർക്ക് വേണ്ടി ഞങ്ങളൊരു ക്ലാസ് ഒഴിവാക്കി കൊടുത്തിട്ട്, സ്റ്റാഫ് റൂം ഒഴിവാക്കി കൊടുത്തിട്ട് സ്റ്റാഫിന് പുറത്തൊരു റൂം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ PTA അന്തസ്സായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ PTAൻ്റെ കൺട്രോളിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ PTA ചെയ്യുന്നുണ്ട്. അതിലപ്പുറമുള്ളതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തിരൂർ നഗരസഭയും തിരൂരിൻ്റെ MLA ആണ്. കിഫ്ബി ഫണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ SSKയുടെ ഒരു ഫണ്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ക്ലാസ് റൂമും കുറച്ച് ടോയ്ലറ്റുകളും കൂടി ആയിട്ടുള്ളൊരു ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞ SSKയുടെ, അതേപോലെ തന്നെ കിഫ്ബി ഫണ്ടും. ഈ 2 ഫണ്ടുകൾ കിട്ടിയാൽ തന്നെ ഞങ്ങളുടെ കുട്ടികളുടെ വളരെ വലിയ ഒരു കഷ്ടപ്പാടുകൾക്ക് അറുതി കിട്ടും. പിന്നെ ഇന്നലെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ എൻ്റെ മകളടക്കമുള്ള കുട്ടികളൊക്കെയും ഈ പെൺകുട്ടികളൊക്കെ ഇവിടെ തന്നെ പഠിച്ചുള്ള അവരൊക്കെ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെയും ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് എന്നുള്ളത് അറിയില്ല. എന്തായാലും ചെയർപേഴ്സൺ വന്നതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തതിനും ഞങ്ങൾ സ്വാഗതം ചെയ്യണം. കാര്യങ്ങളുമായിട്ട് ചെയർപേഴ്സൺ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ്. കാലാകാലങ്ങളായിട്ട് ഒട്ടനവധി PTAകൾ വന്നു, പിന്നെ മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താത്ത നമ്മൾ കൂട്ടായിട്ട് പരിശ്രമിച്ചുകൊണ്ട് ഈ സ്കൂളിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് നമ്മുടെ ഉത്തരവാദിത്വ ബോധം.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് ഈ സ്ഥാപനത്തിൽ നമുക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിലെ അധ്യാപകരുടെ കൂട്ടായ പരിശ്രമം, രക്ഷിതാക്കളുടെ കൂട്ടായ പരിശ്രമം, അതുപോലെ തന്നെ PTA യുടെയും SMC യുടെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിൽ കൂടിയാണ് നല്ലൊരു വിജയം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.